എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിലേക്ക് ഭാഗ്യ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും ഞാൻ ഈ രാവിലെ സമയം നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില മാസങ്ങളായി തന്നെ ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. സാധാരണ ഇങ്ങനെ ലഭിക്കുന്ന സമയത്തിൽ ഞാനും ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് സാധാരണ ക്ലാസ് എടുക്കാറുള്ളത്. സ്തോത്രം. അപ്പോൾ ആ ലേഖനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ പാസ്റ്റർ സവിസ്തരമായി പഠിച്ചാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം വരത്തില്ലെങ്കിൽ പോലും എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വചന വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ടല്ല, ഫിലിപ്പിയ സഭയ്ക്ക് ഒരു ലേഖനം പൗലോസ് ലേഖ എഴുതാനുള്ള കാരണമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, വചന വ്യാഖ്യാനമല്ല. എന്നാലും ഒരു ക്ലാസ്സിന് വേണ്ടി ഒരു വചനം വായിക്കണമല്ലോ എന്നതുകൊണ്ട് നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 3-ാമത്തെ അധ്യായം എടുക്കാമോ പ്ലീസ്? 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നുണ്ടെന്നു. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും 9-ാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. അടുത്ത വാക്യം കൂടെ, 12-ാമത്തെ വാക്യം കൂടെ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഈ 3 വാക്യങ്ങൾ പൗലോസ് ലേഖയുടെ ആഗ്രഹങ്ങളും തൻ്റെ തീരുമാനങ്ങളുമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൻ്റെ തീരുമാനം, തൻ്റെ ആഗ്രഹമാണ് തന്നോട് പറയുന്നത്. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, കർത്താവിനെ പറ്റിയുള്ള എൻ്റെ അറിവ് നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. AD 61 താൻ ഈ ലേഖനം എഴുതുന്നത്. ആ 61 താൻ പറയുന്നു, ഞാൻ എല്ലാം ഇപ്പോഴും ഛേദമെന്ന് എണ്ണുന്നു. എന്നിട്ട് തൻ്റെ ആ തീരുമാനം, ആഗ്രഹം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൻ്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ആഗ്രഹത്തെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ ഇന്നലെ ഇവിടെ മിനിഞ്ഞാന്ന് പറഞ്ഞത് 36 വർഷത്തെ പൗലോസിൻ്റെ മിനിസ്ട്രി നമുക്ക് തന്നിരിക്കുന്ന ലേഖനങ്ങൾ 14 എണ്ണമാണ്. മൊത്തത്തിൽ 110 അധ്യായമാണ് പൗലോസ് ലേഖനം. ന്യൂ ടെസ്റ്റ്മെന്റ് സഭയ്ക്ക് തന്നിരിക്കുന്ന ലേഖനങ്ങൾ 110 അധ്യായങ്ങളുണ്ട്. ഈ 110 അധ്യായത്തിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം. ഇത് വളരെ ഡിഫറൻ്റ് ആണ്. ബാക്കി 109 അധ്യായത്തിനകത്തും താൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 3-ാം അധ്യായം. അതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ 3-ാം അധ്യായത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. തൻ്റെ ഫിസിക്കൽ ക്വാളിറ്റീസ്, തൻ്റെ ഭൗതികമായിട്ടുള്ള കുറച്ച് യോഗ്യതകൾ പറയുന്ന ഒരു ഭാഗമാണ് ഈ 3-ാം അധ്യായത്തിൽ. 8-ാം നാളിൽ പരിച്ചതിനേറ്റവൻ, അല്ലേ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്നിങ്ങനെ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ക്വാളിറ്റീസ്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഏക അധ്യായം ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ചിന്തിക്കാനുള്ള റീസൺ. പൗലോസിനെ പോലെയുള്ള ഒരു അഭിഷക്തനായ മനുഷ്യന്റെ വായിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ തൂലികയിൽ നിന്നും തൻ്റെ ഫിസിക്കൽ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ഞാനും പ്രശംസിക്കാമെങ്കിൽ എനിക്കും പ്രശംസിക്കാം, പറയാമെങ്കിൽ നിങ്ങൾക്ക് പറയാമെങ്കിൽ എനിക്കും പറയാം, നിങ്ങൾക്ക് ചിന്തിക്കാമെങ്കിൽ എനിക്കും ചിന്തിക്കാം. എന്നിട്ട് പുള്ളിക്കാരൻ്റെ കുറച്ച് യോഗ്യതകൾ താനോട് എക്സ്പ്ലെയിൻ ചെയ്യും. സ്തോത്രം. ഇപ്പം ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ
ഈ ഫിസിക്കൽ യോഗ്യതകൾ, ഭൗതികമായിട്ടുള്ള യോഗ്യതകൾ താൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രീതി കിട്ടാനുള്ള പ്രസിദ്ധമായ പല കാര്യങ്ങളും തൻ്റെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് തൻ്റെ മിനിസ്ട്രിയുടെ 10ാമത്തെ വർഷം താൻ 3ാം സ്വർഗം വരെ പോയി എന്ന് ബൈബിൾ എന്ത് ചെയ്യുന്നു? പറയുന്നു. 3ാം സ്വർഗം വരെ പോയി. ലിസൺ, ദൈവസഭയെ സംബന്ധിച്ചും പൗലോസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചും എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, ജഡത്താലുള്ള ക്വാളിറ്റിയേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ എവിടം വരെ ചെന്നു? 3. അത് വലിയ കാര്യമാണ്. അവിടെ ചെന്നു, ഞാനത് കണ്ടു. ഇന്നത്തെ ആൾക്കാർ പറയുന്ന പോലൊന്നുമല്ല, പൗലോസ് പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്നത് കണ്ടു. പക്ഷേ ആ കണ്ടതിനെ പറ്റി ഒന്നും കൂടി എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിക്ക് ആ കാര്യം പറയുമ്പോൾ ഇന്നത്തെ ഈ സ്വർഗീയ ദർശനത്തോടൊക്കെ ഒരു ചെറിയ വിരക്തിയുണ്ട്. കാരണം പൗലോസ് അവിടെ പറയുന്ന ഉച്ചരിച്ചു കൂടാതെ ഞരക്കങ്ങൾ, ഉച്ചരിച്ചു കൂടാത്ത ഭാഷ ഞാൻ അവിടെ കേട്ടു. മാത്രമല്ല അവിടെ കണ്ട കാര്യത്തെ പറ്റിയുള്ള പൗലോസിന്റെ എക്സ്പ്ലനേഷൻ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഇതല്ലാതെ അവിടെ ചെന്നപ്പോൾ അത് കണ്ടു, ഇവിടെ ചെന്നപ്പോൾ ഇത് കണ്ടു, അവിടെ പോയപ്പോൾ അത് കണ്ടു എന്നൊന്നും പുള്ളി എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ ആൾക്കാർ സ്വർഗീയ ദർശനം കണ്ടിട്ട് പോയിട്ടും ഞാൻ വന്നപ്പോൾ സ്വർഗം കണ്ടു, അവിടെ ചെന്ന് ഇതൊക്കെ നമ്മളെ അറിയിക്കണമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും പൗലോസ് കൂടെ കത്താൻ എന്ത് തന്നെ ചെയ്തേ. അപ്പോ അതുപോട്ടെ, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രശംസിക്കണമെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. 3ാം സ്വർഗം വരെ പോയ കാര്യം പുള്ളിക്ക് അത് സവിസ്തരമായിട്ട് പറയാം. പക്ഷെ ആ കാര്യത്തെ പറ്റി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തെന്ന് അറിയാമോ? ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. അതാരാ? പൗലോസ്. പക്ഷെ പറഞ്ഞിട്ടില്ല. അയാള് ശരീരത്തോടു കൂടെയാണോ ഇതില്ലാതെയാണോ എന്ന് അറിയുന്നില്ല. 3ാം സ്വർഗം വരെ പോയി. അപ്പൊ ഒറ്റ വാക്കിൽ പ്രശംസിപ്പാനാണെങ്കിൽ അത് പറയാം. എന്റെ മിനിസ്റ്ററുടെ 10ാമത്തെ കൊല്ലം എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവിനെ കൊണ്ടുപോയി. അതൊക്കെ വേണമെങ്കിൽ പോസിറ്റീവ് തിങ്സ് ആണ് ഇവിടെ പറയാൻ പറ്റും. പക്ഷേ അതെല്ലാം ഹൈഡ് ചെയ്തിട്ട്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ, അതെല്ലാം മറച്ചു വെച്ചിട്ട്, ഒരു മനുഷ്യനെ അറിയുന്നെന്ന് പറഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട്, എന്റെ ചോദ്യം, ഈ ഫിസിക്കൽ ക്വാളിറ്റീസ് ഇവരോട് പറയാനുള്ള റീസൺ ഉണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് പ്രശംസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കും പ്രശംസിപ്പാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുവേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണമെന്നുണ്ടെന്നും എന്റെ മനസ്സിനകത്ത് ഒറ്റ ആഗ്രഹമുള്ളൂ, ക്രിസ്തുവിനെ നേടുക, അവനെ എടുത്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അയാളുടെ ആഗ്രഹമാണ്. ഉള്ളത് മൊത്തം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്തു. അപ്പൊ എന്റെ ചോദ്യം, നിനക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ലേഖനങ്ങളും എഴുതുമ്പോൾ അതിന്റെ പിമ്പിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, റിപ്പീറ്റേഷൻ ഇല്ല. കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങൾ ഫിലിപ്പിയ സഭയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഫിലിപ്പിയ സഭയിലെ പ്രശ്നങ്ങൾ കൊലോസ്യ സഭയ്ക്കകത്ത് കൊടുത്തിട്ടില്ല. കാരണം ഓരോ സഭയ്ക്ക് ഓരോ പ്രോബ്ലങ്ങൾ. അപ്പൊ എന്റെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഈ സഭയ്ക്ക് ഈ ലേഖനം എഴുതി, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയിട്ട് ഈ കാര്യം എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് നമ്മൾ ഇന്ന് പകൽ ഒന്ന് കുറച്ചൊന്ന് ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്ന വാക്യം. എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ 1-2 വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പ്ലീസ്. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ട പൗലോസോടെ പറയുന്ന ഒരു കാര്യം 27, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ. എന്തോ ഒരു പ്രോബ്ലം പുള്ളി കേട്ടു. ഫിലിപ്പിയ സഭയിൽ എന്തോ ഒരു പ്രോബ്ലം പുള്ളി കേട്ടു. ഇനി ഒന്നുകൂടെ കൺഫേം ചെയ്യാം. 2:19 വായിക്കാമോ സിസ്റ്റർ പ്ലീസ്? എന്നാൽ നിങ്ങളുടെ വസ്തുത ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് അപ്പൊ ഫിലിപ്പിയ സഭയിൽ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട്. ആ കാര്യം പൗലോസിനെ അസ്വസ്ഥതപ്പെടുത്തി. ആ അസ്വസ്ഥതയ്ക്ക് പരിഹാരമായിട്ട് താൻ കാരാഗ്രഹത്തിലായതുകൊണ്ട് തനിക്ക് പോകാൻ മേലാത്തതുകൊണ്ട് താൻ ജനിപ്പിച്ച തിമോഥെയോസിനെ അങ്ങോട്ട് എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തന എനിക്ക് മറ്റൊരാൾ ഇല്ല. അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പോൾ ലിസൺ, എന്തോ ഒരു പ്രോബ്ലം ഫിലിപ്പിയ സഭയിൽ ഉടലെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രശ്നത്തിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ലേഖനം പൗലോസിലേക്ക് എഴുതുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് അവിടുത്തെ പ്രോബ്ലം എന്താണെന്നുള്ളതാണ്. ഈ എടുക്കാമോ നിങ്ങൾ? നമുക്ക് ആ സഭയുടെ ബിഗിനിങ് തൊട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. ആ സഭയുടെ ബിഗിനിങ് തൊട്ട് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് ഈ സഭയുടെ ആരംഭത്തെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. 11-12 വാക്യങ്ങൾ വായിക്കൂ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. ആദ്യം വായിച്ച വാക്യം 16. ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി
നേരെ സമുദ്രക്കയിലേക്കും പിറ്റന്നാൾ നവപുലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. അത് മക്കദോന്യരുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ഇങ്ങോട്ട് നോക്കൂ, മതി. ജീവിതത്തിൽ ആദ്യമായി കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ടിട്ട് പൗലോസിലേക്ക് ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നിറങ്ങുന്നു. ആ ഭാഗം ശരിക്കും പഠിക്കുമ്പോൾ പൗലോസിന്റെ കൂടെ മറ്റ് പലരുണ്ട്. അതിലൊരാളാണ് ശീലാസ്. പൗലോസും ശീലാസും മാത്രമല്ല, ആ യാത്രയിൽ നിങ്ങൾ ശരിക്കും ആ ബൈബിൾ ഭാഗം പഠിച്ചാൽ ജീവിതത്തിൽ ആദ്യമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട തിമത്തിയോസും ആ യാത്രയിൽ പൗലോസിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ 1 പൗലോസ്, 2 ശീലാസ്, 3 തിമത്തിയോസ്. പക്ഷേ ആ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ആരെന്നറിയാമോ? അയാളുടെ പേരാണ് ലൂക്കോസ്. അയാൾ എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ആലയമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഞങ്ങൾ യോഗ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ എന്നൊരു ഒരു വ്യക്തി പ്രസന്റ് ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും അയാൾ ആ കൂട്ടത്തിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 4 പേരാണ്: ലൂക്കോസ്, പൗലോസ്, ശീലാസ്, തിമത്തിയോസ്. ജീവിതത്തിൽ ആദ്യമായി അവർ ഫിലിപ്പിയ പട്ടണത്തിൽ എൻ്റർ ചെയ്യുന്നു. കേൾക്കൂ, ഇത് എല്ലാ സഭകൾക്കും പ്രയോജനമുള്ള ഒരു മെസ്സേജ് ആണെന്നാണ് ക്ലാസ് ആണെന്നാണ് എൻ്റെ ചിന്ത. 4 പേര് ആദ്യമായിട്ട് ലൈഫിനകത്ത് ആദ്യമായിട്ട് അവിടെ എൻ്റർ ചെയ്യുന്നു. ആ ഫിലിപ്പിയ പട്ടണത്തെ പറ്റിയുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ, ഇത് റോമക്കാർ കൊടിയേറി പാർക്കുന്ന സ്ഥലമാണ്. അത് മറക്കരുത്. റോമൻ അധിനിവേശ സ്ഥലമാണ് ഫിലിപ്പിയ. ഈ പട്ടണത്തിന് ഈ പേര് വരാൻ കാരണം നമുക്കറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ആണ് ഈ പട്ടണം പണിതപ്പോൾ അപ്പന്റെ പേരാണ് ഫിലിപ്പ്. അയാൾ ഓർമ്മയ്ക്ക് കൊണ്ടിട്ട പേരാണ് ഫിലിപ്പിയ. മാത്രമല്ല, ആ മാസിഡോണിയയിൽ മറ്റൊരു പട്ടണം കൂടെ ഉണ്ട്. അതിന്റെ പേരാണ് തെസ്സലോനിക്ക. അത് ഈ അലക്സാണ്ടറിന്റെ പെങ്ങളാണ്. പെങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അയാൾ പണിത പട്ടണമാണ് തെസ്സലോനിക്ക. ഓക്കെ, ഈ പട്ടണത്തിൽ ആദ്യമായിട്ട് 4 പേര് എൻ്റർ ചെയ്യുന്നു. അവിടെ ശബത്തായപ്പോൾ അല്ലെങ്കിൽ ആരാധന സമയമായപ്പോൾ സഭ കാണുമെന്നോർത്ത് അവിടെ എല്ലാം അന്വേഷിച്ചെങ്കിലും സഭ കണ്ടില്ല. പക്ഷേ അവിടെയുള്ള വിശുദ്ധരായിട്ടുള്ള കുറെ സ്ത്രീകൾ പുഴവക്കത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പൗലോസ് ചെന്ന് ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നൊരു ഫസ്റ്റ് മെസ്സേജ്, ആ മെസ്സേജ് പറയുമ്പോൾ അവിടെ വചനം പറയുന്നു, പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് ലൂദിയുടെ ഹൃദയം കർത്താവ് എന്ത് ചെയ്തു? തുറന്നു. അപ്പോ ഫിലിപ്പിയ പട്ടണത്തിലെ 1ാമത്തെ വിശ്വാസിയുടെ പേരാണ് ലുദിയ. ക്രിസ്തുവിൽ നിങ്ങൾ എന്നെ വിശ്വാസത്തെ നേടുന്നെങ്കിൽ വീട്ടിൽ വരിക, പ്രാർത്ഥിക്കുക. ചുരുക്കം പറഞ്ഞാൽ ലുദിയുടെ വീട്ടിൽ കൂട്ടായ്മ ആരംഭിച്ചു. എന്റെ ഭാഷയിലാണ് കൂട്ടായ്മ ആരംഭിച്ചു. പൗലോസും കൂട്ടരും കൂടെ ആ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. 1ാമത്തെ വിശ്വാസി ലുദിയ. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് പൗലോസും ശീലാസും കൂടെ പോകുമ്പോൾ അതേ പട്ടണത്തിൽ മറ്റൊരു സ്ത്രീയുണ്ട്. യോഗത്തിന് പോകത്തില്ലെങ്കിലും വെളിപ്പാടിന് ഒരു കുറവും ഇല്ല. മനസ്സിലാവുന്നുണ്ട്? യോഗത്തിന് പോകത്തില്ലെങ്കിലും ഭയങ്കര വെളിപ്പാടാണ്. അവർ എപ്പോഴും പറയും, ദേ പോകുന്നു പാസ്റ്റർമാരെ, രക്ഷാമാർഗം. അതിന് തെറ്റൊന്നുമില്ല, അവർ പറഞ്ഞ കാര്യം കറക്റ്റാ. പക്ഷെ ആത്മാവ് വേറെ ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് കൂടെ കേട്ടപ്പോൾ പൗലോസ് ഒന്ന് മുഷിഞ്ഞു. പൗലോസ് തിരിഞ്ഞു നോക്കി അവളെ ശാസിച്ചു. അവിടെ ഭൂതം അന്ന് വിട്ടുപോയി. മനസ്സിലാകുന്നുണ്ടോ? എപ്പം ആത്മാവിൽ ശാസിച്ചോ അന്ന് ആ ദുരാത്മാവ് വിട്ടുപോയി. അവളെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനിപ്പോൾ അവിടുന്ന് സ്കിപ്പ് ചെയ്യുന്നു. അവിടെ ഭൂതം വിട്ടുപോയപ്പോൾ വെളിപ്പാടില്ല. അപ്പൊ അവള് ചോദിച്ചു, എന്റെ ഭാഷയില്ല, ഇനിയിപ്പം ഞാൻ എന്തോ ചെയ്യണം? ഇതുവരെ ഞാൻ ജീവിച്ചു വന്നു ഈ ഇതിൽ കൂടാ, ഇനിയിപ്പോൾ അത് മാർഗ്ഗമില്ല, എന്താ നെക്സ്റ്റ്? അപ്പൊ പൗലോസ് പറഞ്ഞു, ഒറ്റ മാർഗ്ഗമുള്ളൂ. ലുദിയയുടെ വീട്ടിൽ ഒരു യോഗം നടക്കുന്നുണ്ട്, നീ അങ്ങോട്ട് എന്ത് ചെയ്യണം? വരണം. ഇങ്ങോട്ട് നോക്കൂ, ഒറ്റ വാക്ക് പറഞ്ഞാൽ ലുദിയയുടെ വീട്ടിൽ നടക്കുന്ന യോഗത്തിനകത്ത് 2ാമത്തെ വിശ്വാസി വന്നു. പേരറിയത്തില്ല, സ്വഭാവം ഇതാണ്, വെളിച്ചപ്പാടൊക്കെ പറയുമായിരുന്നു. ആ ആത്മാവ് ഇപ്പോൾ മാറി. ഒരു പുതിയ സ്ത്രീ കൂടെ അവിടെ യോഗത്തിന് എന്ത് ചെയ്തു? വന്നു. അപ്പൊ എത്ര വിശ്വാസികളായി? ഫിലിപ്പിയ പട്ടണത്തിലെ 2 കുടുംബം. ഒന്ന് കുടുംബമായിട്ട് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുക. ഒന്ന് ലുദിയുടെ കുടുംബം, മറ്റൊന്ന് വെളിച്ചപ്പാടത്തിയുടെ കുടുംബം. വന്ന് കാണണമല്ലോ. കാരണം അവിടെ മേലുള്ള ഭൂതത്തെ അടിച്ചതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ സംജാതമായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും വന്ന് കാണണമെന്നാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, അപ്പൊ 2 കുടുംബം ഞാനങ്ങ് വ്യാഖ്യാനിക്കുക. ഈ സ്ത്രീയെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവിടെ മേലുള്ള ദുരാത്മാവിനെ ശാസിച്ചു എന്നതിനാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെ എന്ത് ചെയ്തത് ഉണ്ടായത്. ആ ഭാഗം നിങ്ങൾക്കറിയാം. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന വഴിക്ക് പൗലോസിനെയും ശീലാസിനെയും അവരെന്ത് ചെയ്തു? അടിച്ചു. അവരെ അകത്തെ തടവിലാക്കി. അങ്ങനെ വാക്കി, അവരെ അകത്തെ കൈ ചെങ്കലക്കിട്ട് കാല് ആമത്തിനകത്തിട്ട് അവരെ അകത്തെ തടവിലാക്കി. അപ്പൊ തടവുകൾ പലതുണ്ട്. മാത്രമല്ല, അന്ന് ആ തടവിനകത്ത് 213 ക്രിമിനലുകൾ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പനെ കൊന്നവന്മാരുണ്ട്, അമ്മയെ കൊന്നവന്മാരുണ്ട്, ബാങ്ക് മോഷ്ടാക്കളുണ്ട്, വ്യഭിചാരികളുണ്ട്. 213 ക്രിമിനലുകൾ അതിനകത്തുണ്ട്. ആ ക്രിമിനലുകൾ കിടക്കുന്ന സ്ഥലത്തോട്ടാണ് ശരിക്കും അടിച്ച പൗലോസിനെയും ശീലാസിനെയും ആ കൂടെ കൊണ്ടെത്തിയത് ഇട്ടത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 പേരുടെ പേര് അവിടെ പറയുന്നുണ്ടെങ്കിലും
അതിനകത്ത് തീമത്തിയോസ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ലൂക്കോസും കൂടെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവര് 4 പേര് ഒരുമിച്ച് ഒരു പട്ടണത്തിൽ എൻ്റർ ചെയ്തിരിക്കുമ്പോൾ യോഗത്തിനൊക്കെ പോകുന്ന ഒരുമിച്ചായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാണുമായിരിക്കും. പക്ഷേ ഈ ലൂക്കോസിന്റെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം. ഒരൊറ്റ സ്ഥലത്ത് ഒരു ലൂക്കോസ് തന്റെ പേരെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. സ്തോത്രം. അതൊക്കെ നമ്മളെ മനസ്സിലാക്കേണ്ട വലിയ കാര്യങ്ങളാണ്. കാരണം എന്തെങ്കിലും പ്രയാസമുണ്ട് നമ്മൾ ആദ്യമേ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ പേരായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ അടി വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അടി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളിക്കാരൻ്റെ പേര് പുള്ളി എന്ത് ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടില്ല. 4 പേര് അടി വാങ്ങി കാരാഗൃഹത്തിൽ കിടക്കുന്നു. 4 പേര് 4 മൂലയ്ക്ക്, അവിടെ ഒരാള് ഇവിടെ ഒരാള്. എൻ്റെ ഒരു ഭാഷയില്ല, കൈ ചങ്ങലേക്ക് കാലാമത്തിൽ ഇങ്ങനെ ഇടുക. അപ്പോ തീമത്തിയോസ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വന്ന തീമത്തിയോസിന് ഫസ്റ്റ് പട്ടണത്തിൽ വെച്ച് കിട്ടുന്ന പ്രതികരണം ഈ അടിയാണെങ്കിൽ അയാളെ മനസ്സിനകത്തുള്ള ചിന്ത എന്തുമായിരിക്കും? ഇതാണോ മിനിസ്ട്രി എന്ന് ഓർക്കും. ആദ്യമായിട്ട് ഇറങ്ങിയ ആൾ ഇതാണോ മിനിസ്ട്രി എന്ന് ഓർക്കും. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കം പറഞ്ഞാൽ എന്റെ ഭാവനയെ പറയാം. 4 പേര് 4 മൂലയ്ക്ക്. പൗലോസ് ചോദിച്ചു, ശീലാസ് ചോദിച്ചു, എന്തോ വാസ് തിമത്തിയോസ് എന്തോ വാസ്, ലൂക്കോസ് ഇതാണോ മനസ്സിലാകുന്നുണ്ട്. 4 പേര് 4 മൂലയ്ക്ക് സംസാരിച്ച്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കണ്ണുകൊണ്ട് SMS അയക്കും. ഇവിടെ ടെക്സ്റ്റ് മെസ്സേജാ. നമ്മുടെ നാട്ടിൽ കണ്ണുകൊണ്ട് SMS അയക്കും. അറിയാമോ? മറ്റു നോട്ടമാ. ആ നോട്ടത്തിനകത്ത് ഒരു SMS പാസ് ചെയ്യും. കൂടുതലും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രസംഗം നന്നായാലും നല്ല തോട്ടുകൾ പറഞ്ഞാലും പ്രസംഗം ചീറ്റിയാലും ഈ SMS പോകുന്നത് കാണാം. രക്തദാനം ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ഈ 4 പേര് 4 മൂലയ്ക്ക് ബ്ലഡ് ഒഴുകുന്നുണ്ട്. ലിസൺ, ബ്ലഡ് ഒഴുകുന്നുണ്ട്, പെയിൻ അടിക്കുന്നു, പെയിൻ ഉണ്ട്, കയ്യിൽ ചെങ്ങല, കാലിൽ ആമത്തിട്ട് 4 പേർ 4 മൂലയ്ക്ക്. പൗലോസ് ചോദിച്ചു, എന്തോ ഇങ്ങനെ. ചുരുക്കം പറഞ്ഞ കണ്ണുകൊണ്ട് SMS പാസ് ചെയ്തപ്പോൾ പൗലോസ് പറഞ്ഞു, ഇവിടുന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ പ്രശ്നമൊത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ഇന്നലത്തെ അടിയോർത്തോ ഇന്നലത്തെ പ്രയാസങ്ങൾ ഓർത്തോ കരയല്ല വേണ്ട. പിന്നെ അതിനെ രക്ഷപ്പെടാൻ ഓവർകം ചെയ്യാനുള്ള പദ്ധതികൾ എന്താണെന്ന് ചിന്തിക്കണം. ഒറ്റ വാക്യം പറഞ്ഞാൽ എന്തുവാ പദ്ധതി? ഒറ്റ പദ്ധതിയേ ഉള്ളൂ. എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പാട്ടായി മാറി, പാട്ട് ആരാധനയായി മാറി, ആരാധന സ്തുതിയായി മാറി. ആ സ്തുതി പൊങ്ങിയപ്പോൾ അതിനകത്ത് ആര് ഇറങ്ങി വന്നു? കർത്താവ് ഇറങ്ങി വന്നു. 4 പേർ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ് കോർത്തു, കരം കോർത്തില്ല, മനസ്സ് കോർത്തു 4 പേർ 4 മൂലയ്ക്കിരുന്ന് ഒരു പാട്ട് പാടിയപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ പൊട്ടി. എത്ര പേരുടെ? അവിടെ പറയുന്ന എല്ലാവരുടെ എന്നാ 213 ക്രിമിനലുകൾ ഉണ്ടെന്നാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ 4 പേർ മനസ്സ് കോർത്ത് ഒരു സ്തോത്രം ചെയ്തപ്പോൾ 213 പേരുടെയും ചങ്ങല പൊട്ടി. ഒരു ആമേൻ പറഞ്ഞു. മനസ്സൊരുക്കത്തോടെ ഒരു സ്തോത്രം ചെയ്താൽ പൊട്ടുന്നത് നമ്മുടെ മാത്രമായിരിക്കത്തില്ല, കെട്ടുകൾ. പിന്നെ കൂടെ ആരാധിക്കുന്നവന്റെ ബന്ധനവും പൊട്ടിക്കാൻ നമ്മുടെ പേര് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ കഴിയും. ചേർന്ന കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഭയങ്കര കൂട്ട ആരാധന. ചെങ്ങലകൾ അഴിഞ്ഞു, വാതിലുകൾ തുറന്നു. നോട്ട് ദ പോയിന്റ്. ഭൂകമ്പം ഉണ്ടായി, അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പക്ഷെ എന്റെ ചിന്ത നേരം എടുത്തപ്പോ കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു. ഇതൊന്നും സംഭവിച്ച് പുള്ളി എന്ത് ചെയ്തില്ല, അറിഞ്ഞിട്ടില്ല. ഉറക്കം ഉണർന്നു. വാതിൽ തുറന്നു കിടക്കുന്നു, ചെങ്ങലകൾ അഴിഞ്ഞു വീണ് കിടക്കുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ ഓർത്തു കാവൽക്കാരെല്ലാം ഓടിപ്പോയി കാണുമെന്ന് ഓർത്ത് താൻ തന്നെത്താൻ കുത്തിച്ചാകാൻ തുടങ്ങിയപ്പോ പൗലോസ് പറഞ്ഞു, നിനക്ക് നീ ഒരു ദോഷവും വരുത്തരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും. എന്റെ ചോദ്യം, സാധാരണ കാരാഗ്രഹത്തിൽ കിടന്ന ആൾക്കാർക്ക് എന്തിനാ ചെങ്ങല? വാതിൽ വാതിൽ അല്ലെ? 2-3 മതിലുണ്ടല്ലോ, 2-3 മതിലും ഒക്കെ ഉണ്ടല്ലോ. സ്തോത്രം. കാരാഗ്രഹത്തിന് മതില്, ചെങ്ങല, വാതിൽ. ഇത് എന്തിനാ ഇതൊക്കെ? ഒരു ജില്ലയിൽ ഏറ്റവും സ്ട്രോങ് ബിൽഡിംഗ്, ഒരു രാജ്യത്തിന്റെ ഏറ്റവും സ്ട്രോങ് ബിൽഡിംഗ് 2 എണ്ണമാണ്. ഒന്ന് ബാങ്കും മറ്റൊന്ന് കാരാഗ്രഹമായിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ മതില് അമേരിക്കക്കാരന്റെ മതിലല്ല, സബ് ജയിലിന്റെ മതില. അത് ഭയങ്കര പൊക്കവാ. കാരണം ഒരൊറ്റ ഒരുത്തിന് ഓടി എന്ത് ചെയ്യരുത്, പോകരുത്. ഇപ്പൊ എന്റെ ചോദ്യം, പൗലോസ് പറയുന്നു, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ചെങ്ങല എന്ത് ചെയ്തു, അഴിഞ്ഞു. എല്ലാവരുടെയും വാതിൽ എന്ത് ചെയ്തു. ഇപ്പൊ എന്റെ ചോദ്യം, വാതിൽ തുറന്നു കിടക്കുന്നു, ചെങ്ങല അഴിഞ്ഞു പോയി കിടക്കുന്നു, എന്നിട്ടും ഓടിപ്പോകാത്ത എത്ര കുറ്റവാളികളുണ്ട് നമ്മുടെ നാട്ടിൽ? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ത്വരകം ഉണ്ടാക്കിയാ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവൻ കിടക്കുന്നിടത്തൊരു ത്വരകം ഉണ്ടാക്കിയിരുന്നത് പൊങ്ങുന്നത് അവന്റെ വീട്ടില്. അത്രയ്ക്ക് സൂപ്പറായിട്ട് അവൻ ത്വരകം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ രാത്രി വാതിൽ തുറന്നു കിടക്കുന്നു, ഹലോ, ചെങ്ങലകൾ അഴിഞ്ഞു കിടക്കുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു ഒറ്റ ഒരുത്തം പോയില്ല. ഞാൻ പറഞ്ഞു, പൗലോസ് പോയില്ലയോ? അവര് പൗലോസ് പറഞ്ഞ മറുപടി, ഒരൊറ്റ ഒരുത്തം പോയില്ല. കാരണം പോകാത്തതിന്റെ റീസൺ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നത് വകുപ്പ് മന്ത്രിയല്ല, പരിശുദ്ധാത്മാവാ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ റേഞ്ച് വിട്ട് ഒറ്റ ഒരുത്തിന് പോകാൻ പറ്റത്തില്ല.
ഇത് കണ്ടപ്പോൾ പുള്ളിക്കാരൻ ആശ്ചര്യം, കാരാഗ്രഹ പ്രമാണിക്ക്. പുള്ളിക്കാരൻ ചോദിച്ചു, രക്ഷ പ്രാപിപ്പം ഞാനിപ്പോൾ എന്തോ ചെയ്യണം? നമ്മൾ ഒറ്റ മാർഗ്ഗമുള്ളൂ, കർത്താവ് യേശുവിൽ നീ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫിലിപ്പിയ പട്ടണത്തിൽ എത്ര കുടുംബമായി? പറഞ്ഞേ, 3. 1 ലുദിയ, 2 വിളിച്ച് പറത്തി, 3 കാരാഗ്രഹ പ്രമാണി. അങ്ങനെയാണ് ഫിലിപ്പിയ സഭയുടെ ബിഗിനിങ്. ഭയങ്കര വർഷിപ്പായിരുന്നു. ഈ ഫിലിപ്പിയ സഭയുടെ ബിഗിനിങ്ങിനെ പറ്റി പറഞ്ഞാൽ അസാധാരണമായ ആത്മസാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു സഭയായിരുന്നെന്നാണ് ബൈബിൾ ചരിത്രം. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്ന കൊരിന്ത്യ സഭയ്ക്ക് പോലും മാതൃകയായി പൗലോസ് ലീഗ വെളിപ്പെടുത്തി കൊടുത്തിരുന്ന ഏക സഭ ഫിലിപ്പിയ സഭയായിരുന്നു. അത്രയ്ക്ക് ആത്മീയ അന്തരീക്ഷമായിരുന്നു. കാരണം ആ രാത്രി നടന്ന ഒരു ആരാധനയിൽ 213 പേരുടെ കെട്ടുപൊട്ടിയപ്പോൾ അതിനകത്ത് ജീവപര്യന്തം തടവുകാരുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു ജയിലാകുമ്പോൾ പലതരത്തിലുള്ള കുറ്റവാളികളുണ്ട്. ഒരിക്കൽ പോലും ചെങ്ങല അടിച്ചു കളയാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ ലൈഫിനകത്ത് ആദ്യമായിട്ട് ആ ചെങ്ങലയൊക്കെ പൊട്ടിയപ്പോൾ അവർക്ക് ഈ കർത്താവിനെയും ഈ പൗലോസിനെയും മറക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആരൊക്കെ അവിടുന്ന് ഗുണപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ചെന്ന സഭയായിരിക്കും ഏത്? ഭയങ്കര ബിഗിനിങ്, ഭയങ്കര ഗ്രോത്ത്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നു കൊരിന്ത്യ സഭ. ആ സഭയ്ക്ക് മാതൃകയായിരുന്നു ഫിലിപ്പിയ സഭ. ഒന്ന് കൺഫേം ചെയ്യാം, എടുക്കാമോ നിങ്ങൾ? 2 Corinthians chapter 8 verses 1 and 2. 2 Corinthians ലേഖനം 8 1, 2, 3 വാക്യങ്ങൾ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കൊരിന്ത്യ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ പറ്റി. മക്കദോന്യ, മാസിഡോണിയ 2 സഭകളാണുള്ളത്. ഒന്ന് ഫിലിപ്പയും മറ്റൊന്ന് തെസ്സലോനിക്കയുമാണ്. അതിനകത്ത് ഫിലിപ്പിയ സഭ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ 2 സഭകളും അവർക്ക് ലഭിച്ച ദൈവകൃപയെ പറ്റി കൊരിന്ത്യ സഭയോട് പൗലോസ് ലീഗ പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവരുടെ പ്രത്യേകതയെ പറ്റി പറയാണ്. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, നിർത്തണേ, ഈ സഭയുടെ ഒരു പ്രത്യേകത, കഷ്ടത എന്ന കഠിന ശോധനയിൽ ആണെങ്കിലും അവർക്ക് സന്തോഷത്തിന് ഒരു കുറവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ സന്തോഷം നിശ്ചയിച്ചിരുന്നത് അവരുടെ സമ്പത്ത് അല്ല, പോക്കറ്റ് അല്ല അവരുടെ സന്തോഷം നിശ്ചയിച്ചിരുന്നേ. മാസം വരുന്ന ശമ്പളമായിരുന്നില്ല അവരുടെ സന്തോഷം നിശ്ചയിച്ചിരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ കഷ്ടത എന്ന കഠിന ശോധനയിൽ അനുഭവിക്കാവുന്നതിൽ കൂടുതൽ പ്രയാസങ്ങൾ ഓരോ ദിവസവും സഭ അനുഭവിച്ചിട്ടും ഒറ്റ ഒരു മനുഷ്യന്റെ മുഖത്തൊരു വാട്ടം ഇല്ല. എപ്പോഴും സന്തോഷം, എപ്പോഴും ഹാപ്പി. നമ്മുടെയൊക്കെ സന്തോഷം നിശ്ചയിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സമ്പത്താണ്. സ്തോത്രം. അതിനങ്ങനെ ആണോ ഇല്ലയോ എന്നറിയാനായിട്ട് ഒരു ലേ ഓഫിന്റെ ഒരു സിഗ്നൽ വരട്ടെ, നമ്മുടെ മുഖം അപ്പം തന്നെ പാടും. ഒരു ലേ ഓഫ് ആരെയാണ്ടോ നമ്മുടെ കമ്പനിയിൽ നിന്ന് ലേ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു വിടാൻ പോവുക, അപ്പോഴേ നമ്മുടെ മുഖത്ത് പാട്ടം വരും. ദൈവം അടുത്തത് ഞാനാണോ. വരുമാനത്തിനകത്ത് കുറവ് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരം. അല്ലാതെ ഇന്ന് പോയിട്ട് എനിക്ക് ശരിക്കൊന്നും ആരാധിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന എത്ര പേരുണ്ട്? രക്തത്താല് ജയം, ഇന്ന് 2 പാട്ട് കുറച്ചല്ലോ സന്തോഷം, അതിൽ കുറച്ച് കൈയടിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. വളരെ റെയറായിട്ട് ഒരു 4-5% ഉള്ളൂ ശരിക്കൊന്നും ആരാധിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവർ. ബാക്കിയുള്ളവർ ഹാപ്പിയാ. ഒരു പാട്ട് കുറഞ്ഞ സന്തോഷം, 10 മിനിറ്റ് നേരത്തെ ആണെങ്കിൽ ഡബിൾ സന്തോഷം. കൈവക്കണ്ട പ്രാർത്ഥിച്ചിരുന്നാൽ മതി, രക്തത്താല് ജയം. പക്ഷേ ഫിലിപ്പിയ സഭയുടെ ഒരു പ്രത്യേകത, കഷ്ടത എന്ന കഠിന ശോധനയിൽ അവരായിരുന്നിട്ടും അവരുടെ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അർത്ഥാൽ അവരുടെ സന്തോഷം നിയന്ത്രിച്ചിരുന്നത് അവരുടെ സമ്പത്തല്ല. ഇനി അടുത്ത ഭാഗം വായിച്ചു. മക്കദോന്യ സഭയുടെ മറ്റൊരു പ്രത്യേകത, മഹാദാരിദ്ര്യം. അത് ബൈബിൾ പറഞ്ഞേക്കുന്ന വാക്യമാണ്, പൗലോസിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ പൗലോസിന് അത് കൊടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര ദാരിദ്ര്യമാണെങ്കിൽ ഔദാര്യത്തിനൊരു കുറവുമില്ല. നമ്മളൊക്കെ പറയുന്നത്, പാസ്റ്റർ എനിക്ക് കൊടുക്കാൻ ഭയങ്കര മനസ്സാ, ഇങ്ങോട്ട് തരണ്ടായോ? അതൊരു നമ്പരാ. സത്യം പറഞ്ഞാൽ അതൊരു നമ്പരാ. എല്ലാ കോടീശ്വരന്മാരും പറയുന്ന ഒരു പദമുണ്ട്, എറിയാൻ അറിയാവുന്നുണ്ടെങ്കിൽ കല്ലെന്ത് ചെയ്യത്തില്ല. എനിക്കറിയത്തില്ല, ഇനിയിപ്പോ എറിയണമെങ്കിൽ എത്രമാത്രം കല്ല തരേണ്ടത് നിന്റെ കയ്യിൽ. രക്തത്താല് ജയം, സ്തോത്രം. ഉള്ളത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ എറിയാനുള്ള കല്ല് വന്നോണ്ടിരിക്കും. പരിഭവം തോന്നരുത്, എനിക്ക് ഈ ലൈഫിനകത്ത് എക്സ്പീരിയൻസ് ഒത്തിരി കൂടുതലാണ്. ഞാനിങ്ങനെ ഒത്തിരി കോടീശ്വരന്മാരെയും പാവപ്പെട്ടവരെയും കണ്ടു വന്നവരാ. സ്തോത്രം. ബെടാ കോടീശ്വരന്മാരെയും തീർത്ഥം എല്ലാ മേഖലയിൽ നമ്മൾ പോയിട്ടുള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് ഒത്തിരി കൂടുതലാണ്. സ്തോത്രം. പലരും പറയുന്ന വാക്ക് ചുമ്മാ ഭംഗി വാക്കാൻ, അത് യാഥാർത്ഥ്യമൊന്നുമില്ല. എന്തുമാവട്ടെ, ഫിലിപ്പിയ സഭയ്ക്കകത്ത് ഉള്ള ആൾക്കാർക്ക് ഒരു സത്യമായ കാര്യം പൗലോസിലേക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്.
അവർക്ക് ഭയങ്കര ദാരിദ്ര്യമാണെങ്കിലും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി. ഒന്നുമില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ മനസ്സുള്ളവരായിരുന്നു. അടുത്ത വാക്യം വായിച്ചേ. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ആരോട്? പൗലോസിനോട്. സാധാരണ എങ്ങനെയാ നമ്മൾ അങ്ങോട്ടാ പറയുന്നത്, നാട്ടിലെ നോർത്ത് ഇന്ത്യ വർക്കുണ്ട്, നമുക്ക് കുറച്ച് സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടാ സാധാരണ പറയാറുള്ളത്. പക്ഷെ ഫിലിപ്പിയിലെ സഭ ആൾക്കാർ ഇങ്ങോട്ട് പറയും, പാസ്റ്ററെ മറ്റേ അയക്കണ്ടായോ, അവിടെ കൊടുക്കണ്ടായോ, മനസ്സിലാകുന്നുണ്ട്. ഞാൻ അവരിങ്ങോട്ട് പറയുമായിരുന്നു. സാധാരണ സഭകൾക്കില്ലാത്തൊരു ക്വാളിറ്റി ഫിലിപ്പിയ സഭയ്ക്കുണ്ടായിരുന്നു. ഇങ്ങോട്ട് പറയും, പാസ്റ്ററെ വിശുദ്ധന്മാർക്ക് കൊടുക്കണ്ടായോ, അവർക്ക് കൊടുക്കണ്ടായോ, യെരുശലേമിൽ കൊടുക്കണ്ടായോ, ഇങ്ങോട്ട് പറയുക കൊടുക്കുന്ന കാര്യത്തെ പറ്റി. സ്തോത്രം. ഇത് നമ്മൾ അങ്ങോട്ട് പറയണം, എന്നാൽ തന്നെ കൊടുക്കത്തില്ല. ഞാൻ മനസ്സിലാക്കിയ പെന്തിക്കോസ്തുകാരെ പറ്റി ഒരു സത്യം പറയാം. ഇതിപ്പോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എന്നാ അന്യഭാഷ പറഞ്ഞാലും എന്നാ സ്തോത്രം പറഞ്ഞാലും പേഴ്സയെ തൊടുമ്പോൾ നമ്മുടെ ജഡം പോകും. കാശ് കൊടുക്കാതെ ഇന്ത്യയിൽ എല്ലാ ദിവസവും പോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് മലയാളി പെന്തക്കോസ്തുകാരാ. കാശ് കൊടുക്കാതെ. കാരണം വിസിറ്റിംഗ് പാസ്മാർ വരുമല്ലോ. അപ്പൊ നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ചെല്ലും, രക്തം ചെയ്യും, ആ 100 ഇന്ത്യയിൽ പോയി തിരിച്ചു വരും. നിങ്ങൾ വേണ്ടിയില്ല. സ്തോത്രം. എന്നാ സ്തോത്രം പറഞ്ഞാലും എന്നാ അന്യഭാഷ പറഞ്ഞാലും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഞാൻ എപ്പോഴും മൈനോറിറ്റിയെ സേവ് ചെയ്യാറുണ്ട്, അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ചെയ്യുന്ന വിശുദ്ധന്മാരുണ്ട്, അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയും. പക്ഷെ മെജോറിറ്റിയും എന്തു ഗ്ലോറി പറഞ്ഞാലും പേഴ്സെ തൊടുമ്പോൾ അത് വ്യാപരിക്കാറില്ല. സ്തോത്രം. സ്തോത്രം. കൊടുക്കുന്ന വിഷയത്തിൽ അത് ഒരുപക്ഷെ എനിക്കറിയത്തില്ല, അവരെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കും. എൻ്റെ കുഞ്ഞിനെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ ആയിരിക്കും അവൻ കൊടുക്കുന്നത്. TPM-കാർക്ക് ആ വിഷയത്തിൽ എനിക്കറിയത്തില്ല, TPM ഉണ്ടോ, ആ വിഷയത്തിൽ അവർക്ക് ഭയങ്കര ചിട്ടയാണ്. സ്നാനപ്പെട്ട് കയറുന്ന ഉടനെ ഞാൻ ഒരിക്കൽ കണ്ടോണ്ട് നിൽക്കുക, ഒരു ഒരാളെ സ്നാനപ്പെടുത്തി കയറി വന്ന ഉടനെ ആ സ്നാനപ്പെടുത്തിയ മനുഷ്യന് കൊടുക്കാൻ ഇയാളെ പൈസ ഇല്ല. എന്നിട്ട് അവരുടെ ഒരു മദർ ഉണ്ടല്ലോ, അവരുടെ ഫെയ്ത്തോട് താമസിക്കുന്നു, അവർ വന്നിട്ട് 100 രൂപ കണ്ട് ഈ സ്നാനപ്പെട്ട മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്ക് പാസ്റ്റർ, കൊടുക്ക് മൂപ്പന് അച്ഛനെ കൊടുക്ക്. ഇയാളെ കൊണ്ട് കൊടുപ്പിച്ചു. പൈസ അവരുടെ ആണെങ്കിലും ഇയാളെ കൊണ്ട് എന്ത് ചെയ്തു, കൊടുപ്പിച്ചു. അങ്ങനെ കൊടുപ്പിച്ചപ്പോ ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന്. കൊടുക്കും. അത് ട്രെയിനിങ്. അപ്പൊ നമ്മൾ കൊടുപ്പിച്ച് ശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ അത് ഫോളോ ചെയ്യുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ശീലത്തെ അവർക്ക് വളരെ കുറവാണ്. സ്തോത്രം. ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറയാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ അപ്പത്തിന്റെ മനസ്സിലാക്കാനുള്ള ത്രാണി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് ഒത്തിരി പ്രവേശിക്കാത്തത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്തോത്രം. ലൈഫിനകത്ത് ആ ഒരു മേഖലയിൽ ഒരു വലിയ ക്രമീകരണം നമ്മുടെ അകത്തുണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഫിലിപ്പിയ സഭയ്ക്ക് ആ കാര്യം ഉണ്ടായിരുന്നു. ഭയങ്കര ദാരിദ്ര്യമാണ്, ഒന്നുമില്ലായ്മയാണ്. പക്ഷേ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു, കൊടുക്കുമായിരുന്നു. ഇനി അവർ കൊടുത്തതിനെ പറ്റിയുള്ള അടുത്ത എക്സ്പ്ലനേഷൻ അതാ കുറച്ചുകൂടെ ഭയങ്കരം. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അടുത്തത്, അതും ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെ. $100 കൊടുക്കാനേ പ്രാപ്തി ഉള്ളൂ, അതേ അവന്റെ നിലവാരമുള്ളൂ. പക്ഷെ അവന് 500 കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? 200 കൊടുക്കാനേ അവന് പറ്റൂ, പക്ഷെ അവൻ 1000 കൊടുക്കും. സ്തോത്രം. പൗലോസ് അത് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലെന്ന് എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവരെ കുറിച്ച് ഓർത്ത് വരവും പോക്കും കാണുമ്പോൾ വലിയായിട്ടൊന്നും കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരൊന്നും അല്ല. ഇത്രയ്ക്ക് ജോലിയില്ല, ഒരാൾക്ക് ജോലിയുള്ളൂ, പിള്ളേരെ പഠിക്കുന്നു. അപ്പം പൗലോസിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇത്രയ്ക്ക് കിട്ടാൻ സാധ്യത ഉള്ളൂ. കൊടുത്തപ്പോൾ പൗലോസ് ഞെട്ടിപ്പോയി. ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. അവരെങ്ങനെയാ കൊടുത്തത്? അടുത്ത വാക്യം പറയുന്നുണ്ട്, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും എന്ത് ചെയ്തു. അപ്പൊ ഇങ്ങോട്ട് നോക്കില്ല, അവരുടെ ഒരു ക്വാളിറ്റി, അവർ പുള്ളി കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ എന്ത് ചെയ്തവരാ, സമർപ്പിക്കപ്പെട്ടവരാ. സ്തോത്രം. അപ്പൊ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ സമർപ്പിച്ചു, പിന്നെയാണോ എന്റെ പേസ്. അതാ അവരുടെ ചിന്ത. എന്നെ ഞാൻ കൊടുത്തു, പിന്നെയാണോ എന്റെ സേവിങ്സ്. മനസ്സിലാകുന്നു? എന്നെ കൊടുക്കുന്ന ആയിരുന്നല്ലോ പ്രയാസം. നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം രക്ഷിക്കപ്പെടുക എന്നുള്ളതായിരുന്നല്ലോ. കർത്താവിന് കൊടുക്കുക എന്നുള്ള വിഷയമല്ലല്ലോ. മർത്തോമിലായിരുന്നപ്പോൾ യാക്കോബിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ അമ്മച്ചി കത്തോലിക്ക സ്ത്രീ ആയിരുന്നു. എന്റെ മമ്മി 25 പൈസയൊക്കെ പണ്ട് വാല്യൂ ഉള്ള സമയം ഉണ്ടായിരുന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ. എന്റെ അമ്മ കത്തോലിക്ക നിൽക്കുമ്പോഴും ഈ പാട്ട് പാടുന്ന പരസ്യക്കാർ വരും, പരസ്യയോഗം പ്രസംഗിക്കുന്നു. അമ്മച്ചിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവര് പരസ്യയോഗം പ്രസംഗിച്ച് കഴിയുമ്പോൾ ഈ കാലണ 25 പൈസ ഇങ്ങനെ പാവടച്ചേട്ടൻ തിരികെ വെക്കും. ഇവര് പോകുമ്പോൾ പാസ്റ്റർമാരെ വിളിച്ചിട്ട് ഈ പൈസ കൊടുക്കുമായിരുന്നു. അപ്പൊ അമ്മച്ചിയുടെ പ്രശ്നം പൈസ കൊടുക്കുന്നതായിരുന്നില്ല, പിന്നെ രക്ഷിക്കപ്പെടുക എന്നുള്ളതായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അവിടെ പ്രശ്നം രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഈ വിഷയത്തിൽ മാത്രം ഒരു വിടുതൽ
അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മേൽ കൃപ വ്യാപരിക്കും. നിങ്ങൾ കൊടുക്കുന്നില്ലാത്ത ആളാന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. നിങ്ങൾ കൊടുക്കുന്നവരാണെന്ന് എനിക്കറിയാം. കൊടുക്കുന്നവരല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഉള്ളൂ. ഒത്തിരി സഭകൾ സഞ്ചരിച്ച് പ്രസംഗിച്ച് നടന്ന പൗലോസ്ലീഹയ്ക്ക് പോലും ആശ്ചര്യം വരുമാറ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഫിലിപ്പിയ സഭ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായ കൊരിന്ത്യ സഭയ്ക്ക് ഒരു മാതൃകയായിരുന്നു. അസാധാരണമായ കഷ്ടങ്ങളും ദുരിതങ്ങളും അവർക്കുണ്ടെങ്കിലും സന്തോഷ സമൃദ്ധിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. മഹാദാരിദ്ര്യമുണ്ടെങ്കിലും ധാരാളം കാര്യം അവർ ഔദാര്യം ചെയ്യും. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, അവർ ഔദാര്യം ചെയ്യുമായിരുന്നു. എടുത്തു പറയത്തക്ക നിലയിൽ പൗലോസ്ലീഹ ഉണ്ടാക്കിയ മറ്റ് സഭകളെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി കൂടെ മുമ്പിൽ നിൽക്കുന്ന സഭയായിരുന്നു ഈ ഫിലിപ്പിയ സഭ. ഇനി അവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഞാൻ അറിഞ്ഞതനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ ഈ റോമാക്കാർ കുടിയേറി പാർക്കുന്ന സ്ഥലമാണ് ഈ ഫിലിപ്പിയ പട്ടണം. റോമൻ അധിനിവേശമായ സ്ഥലമാണ് ഈ ഫിലിപ്പിയ പട്ടണം. ഈ പട്ടണത്തിൽ വരുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന പൗരത്വമുണ്ട്. പൗരത്വം നിങ്ങൾക്കറിയാം. ഇവിടെ വന്ന് താമസിക്കുന്ന നിങ്ങൾക്ക് സിറ്റിസൺ ഉണ്ട്, പൗരത്വമുണ്ട്, നിങ്ങൾക്ക് പല ഗ്രീൻ കാർഡുണ്ട്, പല കാർഡുകളുണ്ട്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം. എന്നതുപോലെ ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന് പാർക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന 3 പൗരത്വമുണ്ട്. അതിന്റെ പേര് ഞാൻ പറയാം. ഒന്നാമത്തെ പൗരത്വം, അതിന്റെ പേര് പെട്രീഷ്യൻസ് എന്നാണ്. പെട്രീഷ്യൻസ്, പേടിച്ചു പോകരുത്, അവിടുത്തെ പേരാ പെട്രീഷ്യൻ. ഒരു പൗരത്വത്തിന്റെ പേരാണ്. അവിടെ വന്നു പാർക്കുന്ന രണ്ടാമത്തെ ആൾക്കാരെ കൊടുക്കുന്ന പൗരത്വമാണ് പ്ലീമിയൻ എന്ന് പറയും. പ്ലീമിയൻ. അവിടെ താമസിക്കുന്ന 3ാമത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന പൗരത്വമാണ് ഡൂലോസ്. കേട്ടിട്ടുണ്ടോ? ആ പേര് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡൂലോസ് എന്ന പേരിൽ OM ഒരു കപ്പൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പേര് വളരെ അറിയാവുന്നൊരു ഫാമിലിയർ നെയിമാണ്. 3 പേര്. 1 പെട്രീഷ്യൻ, 2 പ്ലീമിയൻ, 3 ഡൂലോസ്. ഇനി ആർക്കൊക്കെയാണ് ഈ 3 പൗരത്വം കൊടുക്കുന്നത്? ചിന്തിക്കാം. ഒന്നാമത്തെ പൗരത്വം, സമയം പോയി. ഒന്നാമത്തെ പൗരത്വം പെട്രീഷ്യൻ, ഗവൺമെന്റ് ജോലിക്കാർക്ക് കൊടുക്കുന്ന പൗരത്വമാണ്. രണ്ടാമത്തത് ഇടത്തരം ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന പൗരത്വമാണ്. പ്ലീമിൻ, ഇടത്തരം ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന പൗരത്വമാണ്. 3ാമത്തെ പൗരത്വം ഡൂലോസ്, ആ വാക്കിന്റെ അർത്ഥം തന്നെ അടിമയാണ്, അടിമയ്ക്ക് കൊടുക്കുന്ന പൗരത്വമാണ്. അപ്പൊ 1 ഗവൺമെന്റ് ജോലിക്കാർ, രാജസിരാ കേന്ദ്രവുമായി ബന്ധമുള്ള ഗവൺമെന്റ് ജോലിക്കാർ കൊടുക്കുന്ന പൗരത്വം. 2 മിഡിൽ ക്ലാസ് കൊടുക്കുന്ന പൗരത്വം. 3 അടിമയ്ക്ക് കൊടുക്കുന്ന പൗരത്വം. ഇനി ഇവിടുത്തെ വിശ്വാസികളെ 3-ലൊന്ന് പഠിച്ചേ. 1 ഗവൺമെന്റ് ജോലിക്കാരനാണ്, ഉന്നതമായ കാറ്റഗറിപ്പെട്ട ഒരു മനുഷ്യൻ, കാരാഗ്രഹ പ്രമാണി. 2 ലുദിയ, ബിസിനസ്സുകാരിയാണ്. 3 വെളിച്ചപ്പാടത്തി, അടിമയാണ്. ചുരുക്കം പറഞ്ഞാൽ ആ ഗവൺമെന്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത 3 കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഇപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പായലും ഇരിക്കുന്നത്. സ്തോത്രം. മുമ്പോട്ട് വേഗത്തിൽ ഞാൻ പോകാമേ. അസാധാരണമായ ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഈ സഭയിൽ ഒരു സുപ്രഭാതത്തിൽ അസാധാരണമായ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ആ പ്രശ്നം മറ്റൊന്നുമല്ല, ഞാൻ ചരിത്രത്തിൽ വായിച്ചതനുസരിച്ച് ഇവിടെ എവിടെയോ ഒരു കോംപ്ലക്സ് അതിനകത്തുള്ള ആൾക്കാരുടെ അകത്ത് എന്ത് ചെയ്തു? വർക്കൗട്ട് ചെയ്തു. ലുദിയയുടെ മനസ്സിനകത്തൊരു ചിന്ത വന്നു, ഞാന് എന്റെ വീട്ടിൽ തുടങ്ങിയ കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഇത്രയും വർദ്ധിച്ചത് എന്ന് പറഞ്ഞ് താനുമായി താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാരെ ലുദിയ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഈ വെളിച്ചപ്പാടത്തിൽ പിന്നീട് പ്രവാചികയായിരുന്ന, അപ്പൊ പുള്ളി പെന്തക്കോസ്തല്ല, പുള്ളി പ്രവാചികയായിരുന്ന. അപ്പൊ ഇവളെപ്പുറം ലുദിയ ഒരു ഗ്രൂപ്പിനെ ഹോം ചെയ്തപ്പോ വെളിച്ചപ്പാടത്തിൽ പറഞ്ഞു, ഓക്കെ നിന്റെ വീടായതുകൊണ്ട് എത്ര പേര് വന്ന, പക്ഷെ അത് മാത്രമല്ല റീസൺ, ഞാൻ പ്രവചനം പറഞ്ഞുകൊണ്ടാണ് ഒത്തിരി പേര് എന്ത് ചെയ്തേ വന്ന്. അപ്പൊ പ്രവചനത്തോട് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ ആര് ഫോം ചെയ്തു? ഹലോ, വെളിച്ചപ്പാടത്തിയായ പ്രവാചകി. 2 ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ കാരാഗ്രഹ പ്രമാണിച്ചു മാതിരിക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ നിന്റെ വീടും നിന്റെ മിനിസ്ട്രി ഒക്കെ ആണെങ്കിലും 10 പുത്തൻ ഉണ്ടല്ലോ, പുള്ളി ഗവൺമെന്റ് 10 പുത്തനുള്ളവർ ഈ വീട്ടിൽ ഈ ചർച്ച വരാൻ കാരണം 6 വണ്ടി കണ്ടോണ്ടാ, എന്റെ വണ്ടി കണ്ടോണ്ടാ. ചുരുക്കം പറഞ്ഞ സഭയ്ക്കകത്തുള്ള ഒരുവിധം സമ്പന്നന്മാരെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഗ്രൂപ്പാക്കി. ഇപ്പൊ എത്ര ഗ്രൂപ്പായി സഭയ്ക്കകത്ത്? ലുദിയ ഗ്രൂപ്പ്, പ്രവാചക ഗ്രൂപ്പ്, കാരാഗ്രഹ പ്രമാണി ഗ്രൂപ്പ്. 3ആയി. ഇവര് പാടിയ അവര് പാടത്തില്ല, അവര് പാടിയ ഇവര് പാടത്തില്ല, ഇവര് പാടിയ ഇയാളെ കൈയടിക്കത്തില്ല, ഇയാളെ പ്രശ്നം അവർ സ്വോത്രം പറയത്തില്ല. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിന്റെ 1, 2, 3 ക്രിസ്തുവിൽ വല്ല പ്രബോധനവും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, അടുത്ത വാക്യം, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും
വല്ല മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ള നിങ്ങൾ ഇപ്പൊ നോക്കിയോ, ആ കുറെ ഏകയുണ്ട്. ഏക മനസ്സുള്ളവരായി ഏക സ്നേഹമുണ്ട്. അതെന്തുവാ? അത് തന്നെയല്ലയോ ഐക്യമത്യപ്പെട്ട് ഏകഭാവം. എന്തിനാ ഇത്ര ഏകം? ഒറ്റ ഏകം പോരായി. മനസ്സിലാകുന്നുണ്ടോ? വായിച്ചേ. ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവി. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. പിന്നെ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, പിന്നെ എന്തുവാ ഭാവം? ഇവിടെ നോക്കിയേ, ദൈവമായിരുന്നു. ദൈവത്വം സമത്വം വിട്ടു. ഇവിടെ സമത്വം ആണല്ലോ പ്രശ്നം. നീയാണോ ഞാനാണോ? അതാ സമത്വം വിട്ടു. ദൈവമായിരുന്നു, സമത്വം വിട്ടു, മനുഷ്യനായിരുന്നു, അത് വിട്ടു, ദാസനായിരുന്നു, അത് വിട്ടു, രൂപഗുണം ഇല്ലാതായി. ആ റേഞ്ചിൽ നിന്ന് പിന്നെയും താഴോട്ട് പോയി. കണ്ടാൽ ആളാന്ന്. ആരായിരുന്നു? ദൈവം. ഇപ്പൊ കണ്ടാൽ ആളാന്ന് പോലും പറയത്തില്ല. നമ്മൾ നേരെ തിരിച്ച പെന്തക്കോസ്ത് വന്ന സമയത്ത് നമ്മളെ കണ്ടാൽ ആളാന്ന് പോലും പറയത്തില്ല. 15 കൊല്ലം മുമ്പത്തെ നമ്മുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് പോലും നമ്മളെ എന്ത് ചെയ്തില്ല, നമുക്ക് പോലും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇപ്പൊ അവസ്ഥ മാറി വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു. ഒരു ചെറിയ പ്രോബ്ലം, ഒരു കോംപ്ലക്സ് ഉണ്ടായപ്പോൾ എന്റെ ഗ്രൂപ്പ് ഇത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അവരോട് പൗലോസ് പറയുന്ന പദമാണ്, വല്ലതും നിങ്ങൾക്ക് പ്രശംസിക്കാമെന്ന് വെച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് പറയാം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ. ഹലോ, എടുത്തു പറയാവുന്ന ഒത്തിരി ക്വാളിറ്റീസ് നിങ്ങളെ പോലെയോ നിങ്ങളെക്കാളോ എനിക്കുണ്ട്. പക്ഷേ അതെല്ലാം ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദമെന്ന് ലഭിച്ചു കഴിഞ്ഞവനെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നത്. പൗലോസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ വല്ലവിധേനയും ഇല്ലേ, അവിടെ പറയുന്നുണ്ട്, അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അടുത്ത വാക്യം ഇങ്ങനെ, പൗലോസിനെ പോലെയുള്ള ഒരു അഭിഷിക്തനായ ദൈവദാസൻ വല്ലവിധേനയും സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വല്ലവിധേനയും എത്ര പ്രാവശ്യം പറയണം? പൗലോസ് പറയാം വല്ലവിധേനയും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പറയണം? വല്ലവിധേനയും 3 പ്രാവശ്യം പറയേണ്ടി വരും. മനസ്സിലാക്കുന്നുണ്ട്? അയാൾ പറയാം, പ്രശംസിപ്പാനാണെങ്കിൽ ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്, പക്ഷേ അതിന് ഞാൻ മുതിരുന്നില്ല. കാരണം എൻ്റെ ഓട്ടം കർത്താവിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് വന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല, പിന്നെ അവന്റെ കൂടെ നിത്യതയിൽ വാസം ചെയ്യുക എന്നുള്ളതാണ്. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ അല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അടുത്തിട്ട് ആ അധ്യായം പുള്ളി ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ, അത്രയേ ഉള്ളൂ. ഈ ഓട്ടം ഓടി അവന്റെ പാത പിന്തുടർന്ന് അവൻ പാർക്കുന്ന രാജ്യത്തെ പാർക്കാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ കണ്ണുപടിച്ച് നമുക്ക് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ഉറച്ച പദം കൂടെ പറഞ്ഞ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ദോഷം ചെയ്താലും പരിഭവമില്ല, പക്ഷെ നാം സഭയ്ക്ക് ദോഷം ചെയ്യരുത്. കാരണം സഭയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നമ്മളല്ല, തന്റെ സ്വന്തം രക്തം മൂറ്റിക്കൊടുത്ത കർത്താവാണ്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം.